ബിഹൈൻഡ് ദ ഫാക്ടറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. മലയാളിയുടെ ജനപ്രിയ വാഹനമായ റോയൽ എൻഫീൽഡ് എന്ന കമ്പനി എപ്രകാരമാണ് രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് അവർ തങ്ങളുടെ വാഹനങ്ങൾ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതെന്നും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മേഡ് ലൈക്ക് എ ഗൺ, ഗോസ് ലൈക്ക് എ ബുള്ളറ്റ്. ലോകത്തിലെ ഏതൊരു മോട്ടോർ സൈക്കിൾ പ്രേമിയും ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന റോയൽ എൻഫീൽഡിന്റെ നിർവചനങ്ങളിൽ ഒന്ന്. ലോകത്ത് ആയുധ നിർമ്മാണ ചരിത്രമുള്ള ഒരു കമ്പനി ഒരു മോട്ടോർ സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനേക്കാൾ മികച്ച വേറൊരു പരസ്യവാചകം തന്നെയില്ല. വെറും 2, 3, 4 ചക്രവണ്ടികൾ തുടങ്ങി 1, 2 ലോഹ മഹായുദ്ധങ്ങൾ വരെ പങ്കെടുത്ത് ഇന്നും തണ്ടർബേഡായും ഹിമാലയനായും നമ്മുടെ നിരത്തുകളിലൂടെ പ്രൗഢിച്ചൂരാതെ സഞ്ചരിക്കുകയാണ് റോയൽ എൻഫീൽഡിന്റെ വാഹനങ്ങൾ. റോയൽ എൻഫീൽഡിന്റെ ചരിത്രം ഒരു അത്ഭുതമാണ്. ബ്രിട്ടനിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്നൊരു അത്ഭുതം. 1971 മാതൃകാ കമ്പനി പൂട്ടിപ്പോയി ബുള്ളറ്റിന്റെ മദ്രാസിലെ ഇന്ത്യൻ നിർമ്മാണ യൂണിറ്റും ഐഷർ എന്ന കമ്പനി ഏറ്റെടുക്കുന്നു. റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡ് നെയിമും നിർമ്മാണാവകാശവും കൂടെയാണ് അവർ അതിലൂടെ ഏറ്റെടുത്തത്. അതോടെ ജന്മം കൊണ്ട് വിദേശിയായിരുന്ന എൻഫീൽഡ് ഇന്ത്യൻ പൗരനായി. 1970കളിൽ 6500 മുതൽ 7000 വരെ വിലയുള്ള ബുള്ളറ്റ് പഴകിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വിലയായി. റോയൽ എൻഫീൽഡിന്റെ ഒരു വാഹനം വീടിന് മുറ്റത്ത് കിടക്കുക എന്നുള്ളത് ഏതൊരു വാഹനപ്രേമിയുടെയും അഭിലാഷമാണ്. റോയൽ എൻഫീൽഡ് എന്ന കമ്പനി 1901 സ്ഥാപിക്കപ്പെട്ടത്. റോബർട്ട് വാക്കർ സ്മിത്തും ആൽബർട്ട് എഡിയും ആയിരുന്നു സ്ഥാപകർ. ഫെബ്രുവരി 1990 ഐഷർ ഗുഡ് എർത്ത് എന്ന ഇന്ത്യൻ കമ്പനി 26% ഷെയർ സ്വന്തമാക്കുന്നു. 1993 ആയപ്പോഴത്തേക്കും എൻഫീൽഡിന്റെ തകർച്ച തുടങ്ങി. പൂട്ടലിന്റെ വക്കീലായതോടെ 60% ഷെയറും കൂടി ഐഷർ എന്ന ഇന്ത്യൻ കമ്പനി സ്വന്തമാക്കി. അതോടെ റോയൽ എൻഫീൽഡ് ഒരു ഇന്ത്യൻ കമ്പനിയായി മാറി. റോയൽ എൻഫീൽഡ് എപ്രകാരമാണ് തങ്ങളുടെ വാഹനങ്ങൾ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കാം നിങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബുള്ളറ്റ് നിർമ്മാണത്തിലെ ആദ്യത്തെ ഘട്ടം എന്നുള്ളത് ബുള്ളറ്റിന്റെ സ്പെയർ പാർട്സ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഈ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന സമയത്ത് ഫാക്ടറിയുടെ മറ്റൊരറ്റത്ത് ബുള്ളറ്റിന്റെ എഞ്ചിൻ കവറും എഞ്ചിനുള്ളിലെ സാമഗ്രികളും നിർമ്മിക്കുന്നു. നിർമ്മിച്ച എഞ്ചിൻ കവറിനുള്ളിൽ വേണ്ട സ്പ്രിങ് മറ്റ് ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്ന ഘട്ടമാണിത്. സ്പ്രിങ്ങും മറ്റ് ആക്സസറീസും എഞ്ചിനിൽ ഘടിപ്പിച്ച ശേഷം ആ ഭാഗം സീൽ ചെയ്യുന്നതിനായി മെഷീനിലേക്ക് കയറ്റിവിടുകയാണ്. അൾട്രാ മോഡേൺ മെഷീൻസാണ് ഇതിനായി റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്നത്.
ഇതിന് ശേഷം അടുത്ത ഘട്ടം എന്നുള്ളത് വാഹനത്തിന് എഞ്ചിൻ തയ്യാറാക്കുകയാണ്. എഞ്ചിൻ നിർമ്മാണ ശേഷം റോയൽ എൻഫീൽഡിന്റെ ലോഗോ എഞ്ചിനിലേക്ക് ഘടിപ്പിക്കുന്നു. ഇതിനുശേഷം നിർമ്മിച്ച ഓരോ എഞ്ചിനും വിവിധ ടെസ്റ്റുകൾ വഴി അവയുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നു. ഇതിനുശേഷം അടുത്ത ഘട്ടം എന്നുള്ളത് വാഹനത്തിന്റെ ടാങ്ക് നിർമ്മിക്കുക എന്നുള്ളതാണ്. വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഓരോ ടാങ്കും നിർമ്മിക്കുന്നത്. ഓരോ ടാങ്കും നിർമ്മിച്ച ശേഷം അവയെ പോളിഷ് ചെയ്യുന്നു. അതിനുശേഷം ആണ് അവ പെയിന്റ് അടിക്കുന്നത്. പെയിന്റ് അടിക്ക് ശേഷം അടുത്ത ഘട്ടം എന്നുള്ളത് വാഹനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനോട് വാഹനത്തിന്റെ എഞ്ചിൻ യോജിപ്പിക്കുന്ന ഘട്ടമാണ്. വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ എഞ്ചിനും ഘടിപ്പിക്കുന്നത്. വാഹനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനോട് വാഹനത്തിന്റെ എഞ്ചിൻ യോജിപ്പിച്ച ശേഷം അടുത്ത ഘട്ടം എന്നുള്ളത് വാഹനത്തിന്റെ ഫ്രണ്ട് വീലും അതിന്റെ ആക്സസറീസും വാഹനത്തിനോട് യോജിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വാഹനത്തിന്റെ ഹെഡ്ലൈറ്റും അതിന്റെ ആക്സസറീസും വാഹനത്തിനോട് കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷമാണ് വാഹനത്തിന്റെ ബാക്ക് ടയർ വാഹനത്തിനോട് കൂട്ടിച്ചേർക്കുന്നത്.
റോഡ്, വാഹനത്തിൻ്റെ ബാക്ക് ടയറും അതിൻ്റെ സസ്പെൻഷനും ഇൻസ്റ്റാൾ ചെയ്ത ശേഷമാണ് വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് വാഹനത്തിനോട് ഘടിപ്പിക്കുന്നത്. അതിനുശേഷം സീറ്റും ഗ്രാബ് റെയിൽ തുടങ്ങിയവയും വാഹനത്തിനോട് കൂട്ടിച്ചേർക്കുന്നു. വാഹനത്തിനോട് വാഹനത്തിന്റെ ബ്രേക്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഘട്ടമാണിത്. ഈ സമയത്താണ് വാഹനത്തിന്റെ ഇലക്ട്രോണിക് പാർട്സ് എല്ലാം ജോയിൻ ചെയ്യുന്നത്. ഫൈനൽ അസംബ്ലിക്ക് ശേഷം ഓരോ വാഹനവും വിവിധ ടെസ്റ്റുകൾക്കായി കൊണ്ടുപോവുകയാണ്. ഓരോ ടെസ്റ്റിലും വാഹനത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നു. ഈ ടെസ്റ്റുകളെല്ലാം വിജയിച്ചാൽ മാത്രമേ ഈ വാഹനം ഡെലിവറിക്കായി ഗോഡൌണിലേക്ക് മാറ്റുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.